നമുക്കും എപ്പോഴും ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യമാണ് നമ്മൾ ഏതൊരു പ്രയത്നത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. നമ്മളിന്ന് ജോലിക്ക് പോകണമെന്ന് വയ്ക്കുമ്പോൾ ഓഫീസിൽ ജോലി പോകണം, 10 മണിക്ക് തന്നെ പോകണം. 10 മണിക്കിനുള്ളിൽ തന്നെ വീട്ടിൽ ജോലിക്ക് കാര്യം ചെയ്തെടുക്കണം. ലക്ഷ്യം മനസ്സിലാക്കണം. മറ്റുമൊക്കെ ജാഗ്രതയായി ചെയ്യാൻ ശ്രദ്ധിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് വേണ്ടെന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ എന്ത് പ്രതിബന്ധം വന്നാലും അത് തടസ്സം സൃഷ്ടിക്കുകയില്ല. അതിനെ നമുക്ക് കവച്ച് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ലക്ഷ്യമാണ് നമ്മൾ ഏതൊരു പ്രയത്നത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസത്തെ ഉപവാസം എടുക്കുക. എന്നിട്ട് ഈ പൈസ നമ്മളിപ്പം ബെസ്റ്റ് മക്കളൊക്കെ ആ ഒരു ദിവസം ഉപവാസം എടുത്തിട്ട് ആ പണം പാവപ്പെട്ടവർക്ക് ഭക്ഷണമായിട്ട് ആ പൈസ കൊണ്ട് ഒന്നിച്ചു കൂടി ഭക്ഷണം വെച്ച് നമ്മൾ വെസ്റ്റേൺ രാജ്യത്ത് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. കൊണ്ടുവന്ന് സാധകം കൊടുക്കും. ആ പണം സാധകനാകാൻ തന്നെ ഈശ്വരനെ കണ്ടെത്താൻ. അപ്പോൾ നിയമങ്ങളൊക്കെ അവർക്ക് ആവശ്യമാണ്. രാത്രി കുറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വെളുപ്പിൽ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഉപവാസം എടുക്കുക. നമ്മളിപ്പോൾ മിക്സി ഓൺ ചെയ്യാലും കുറച്ച് ഓഫ് ചെയ്ത് വയ്ക്കുമ്പോഴേ പിന്നെയും ഓൺ ചെയ്യും, അല്ലെങ്കിൽ അത് എഞ്ചിനരിഞ്ഞ് പോകും. ജോലി ചെയ്ത് കിടന്നാൽ ശരീരത്തിന് വിശ്രമം കിട്ടും. പക്ഷെ അവയവങ്ങൾക്കുള്ള വിശ്രമം ഒരു ഉപവാസം എടുക്കുമ്പോൾ ഓരോ അവയവങ്ങൾക്ക് അതിനായ വിശ്രമം കൊടുക്കും. അങ്ങനെ ഉപവാസം എടുക്കുമ്പോൾ അഴുകിയ മലങ്ങളെല്ലാം പോകും. മലം കടന്നാലും കഷ്ടമാണ്, മലമില്ലേലും ബലമില്ലെന്നാണ്. മലം കൂടിയാലും കഷ്ടമാണ്. വയറ്റുനോവ് വരാം, തലവേദന വരാം, കാമം കൂടാം, ദേഷ്യം വരാം. ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നമ്മൾ കിടപ്പുണ്ട്. നമ്മൾ വെളുപ്പിൽ എഴുന്നേൽക്കുമ്പോൾ സൂര്യനോട് എല്ലാത്തിനോടും നന്ദി പറയുന്ന പോലെ, റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെ ആ സന്ധ്യയ്ക്ക് വിളക്കത്തി വിളക്ക് നമ്മളൊക്കെ ഒരു വൃത്തി ശുദ്ധി. പിന്നെ വേറെ ആന്തരിക തത്വമുണ്ട്. വെളിച്ചത്തിൻ്റെ പ്രതീകം മാത്രമല്ല, അഗ്നി നമ്മളെ ഒരു ബഹുമാനം കൊടുക്കുകയാണ്. അഗ്നിക്ക് അഗ്നി ഇല്ലേ നമുക്ക് ജീവിക്കാൻ, ചൂടിലെ ജീവിക്കാൻ സാധിക്കും. പിന്നെ ആ ജ്യോതി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതായിട്ടാണ് ജ്യോതിയെ നമ്മൾ കാണുന്നത്. അതിനെ ബഹുമാനിക്കുകയാണ്. എല്ലാം ബ്രഹ്മം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ചിലർ. നിലവിളക്കുന്ന സിഗരറ്റ് കത്തിച്ച് വലിക്കും. അങ്ങനെ അങ്ങ് ബ്രഹ്മമായ ഒരാളെന്തിന് സിഗരറ്റിൻ്റെ അടിമയായിരിക്കുന്നത്? വേദനമുണ്ട്, ഒരു പെയിൻകിലർ മേടിച്ച് കഴിക്കാൻ പൈസയില്ലായിട്ട് എത്ര മണിക്കൂർ വേദന കൊണ്ട് പൊളയുന്നവരാണ്. മൈഗ്രീൻ വന്നിട്ടൊക്കെ വേദന കൊണ്ട് പൊളയുന്നവരാണ്. ആനന്ദം തന്നെ ഉള്ളിൽ കണ്ടെത്തുന്നു. പിന്നെ ഇതിനൊരു സിഗരറ്റ് അത്രയും പൈസ ഒരാളിന് സഹായിച്ചാലോ, അല്ലെങ്കിൽ ഒരു പെയിൻകിലർ മേടിക്കാൻ പൈസ കൊടുത്താലോ ആനന്ദം വസ്തുവില്ലല്ലോ. ഇയാൾ സിഗരറ്റ് വലിക്കും, ഇതിൽ നിന്ന് ആസ്വദിക്കുന്നു. മറ്റവന് പുകട്ടും മുക്കും തപ്പി ഓടിപ്പോന്നു. വസ്തുവാണ് ആനന്ദം കൊടുത്തെങ്കിൽ അവൻ്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കി സ്വയം തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നത് ആണ് അധ്യാത്മം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നീ പൂച്ചക്കുട്ടിയല്ല ഞാവ് കരഞ്ഞു കിടക്കണ്ട്. നീ സിംഹക്കുട്ടിയാണ്. നിന്നിൽ ഉണരൂ. നീ പരാശക്തി കത്തുന്ന മെഴുകുതിരിയല്ല, സ്വയം ജ്വലിക്കേണ്ട സൂര്യനാണ്. നിന്നിൽ ഉണരൂ എന്നുള്ളതാണ്. അതിനാദ്യം നമുക്ക് ഉണരണമെങ്കിൽ ഇങ്ങനെയുള്ള യമനിയമങ്ങൾ നമുക്കും ആവശ്യമാണ്. ബ്രഹ്മചര്യമോ, വാക്കിൽ വിനയമോ, ഓട്ടത്തിൽ വിനയമോ, നടത്തയിൽ വിനയമോ, ഓരോ കർമ്മത്തിലാവുക ശ്രദ്ധ. എങ്ങനെ നീങ്ങണം ഒരു സാധകൻ? തുടക്കത്തിൽ ഹൈവേ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഡ്രൈവിംഗ് പഠിക്കുന്നവരാണ്. നേരെ ഹൈവേ കൂടെ കൊണ്ടൊരു വണ്ടി ഓടിച്ച് എല്ലാത്തിനെയും വണ്ടി ഓടിക്കും, ഇയാളും ചത്തുപോകും. അപ്പോൾ ഒരു മൈതാനത്തിൽ പോയി ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ. സൈക്കിളോ അല്ലെങ്കിൽ ഒരു കാറോ ഓടിക്കണേ മൈതാനത്തിൽ പോയി പഠിക്കണം. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് റൂട്ടിലോട്ട് ഓടിക്കാം. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഈ സാധനം ബാധകമാണ്. പിന്നെ മാതൃകയും കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. താൻ വന്ന വഴി ഇതിലേ കൂടിയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. നമ്മുടെ മനസ്സിനെ കണ്ടുവന്ന് ഇപ്പം നമ്മുടെ മനസ്സ് നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നു. അങ്ങനെ കൊണ്ടുവരാൻ ആദ്യം നമ്മൾ ഇതിൽ കൂടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല. നമ്മൾ വന്ന വഴി മറക്കരുത്. അപ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയായി വരണം. എല്ലാവരും ജ്ഞാനികളല്ല. ജ്ഞാനിയായാലും മറ്റുള്ളവർക്കൊരു മാതൃക കാണിക്കാൻ വേണ്ടി അവരിറങ്ങി ചെല്ലും എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ വെച്ച് നടക്കുന്നു, മക്കൾ അമ്മൊത്ത് നടക്കുന്ന കൂടെ. എനിക്ക് വലിയ വേഗത്തിൽ നടക്കാൻ വേണ്ട കൊച്ചുകുട്ടികളെ വലിച്ചുകൊണ്ട് നടക്കും ഓരോരുത്തരെങ്കിലും അമ്മ. കൊച്ചു കുഴഞ്ഞു പോകും. അപ്പോൾ കുട്ടിയോടൊത്ത് നടക്കുമ്പോൾ അതിൻ്റെ തലത്തിൽ വന്ന് പോകുമ്പോൾ അതിനെങ്ങനെ ഒത്തിരിക്കണം? നമുക്ക് ഈ ജ്ഞാനമുണ്ട്, പക്ഷെ അതിനാ ജ്ഞാനമില്ല. ജ്ഞാനമില്ലാത്തിടത്തോളം കാലം അതിൻ്റെ തലത്തിൽ നമ്മൾ ചെന്ന് പേനെ പോലും മനസ്സിലാക്കി ഉണർത്തി കൊടുക്കണം. നമ്മൾ ബ്രഹ്മമാണ്. ഇപ്പോൾ വിത്ത് ബ്രഹ്മമായുള്ളൂ. വിത്തും ബ്രഹ്മം എന്ന് പറയും, വൃക്ഷവും ബ്രഹ്മമെന്ന്. പക്ഷേ വൃക്ഷം ചെയ്യുന്ന വിത്ത് ചെയ്യുന്നുണ്ട്. അത് വെട്ടുന്നവനും തണൽ കൊടുക്കുന്നു, കുളിർമ കൊടുക്കുന്നു, പഴം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. വിത്ത് അത് വൃക്ഷമായി മറ്റുള്ളവർക്ക് മധുരം കൊടുക്കുന്നു, തണൽ കൊടുക്കുന്നു. ഒരവസ്ഥയ്ക്ക് ഉണരണം. തന്നിൽ നിന്ന് ഭിന്നമല്ല ആത്മാവെങ്കിൽ തൻ്റെ വലത് കൈ വേദിക്കിടത്തിൽ നടന്നുകൊണ്ട് തലോടുന്നത് പോലെ
അവൻ്റെ ദുഃഖം തന്നെ ദുഃഖമായി കാണും, അവൻ്റെ സന്തോഷം തന്നെ സന്തോഷമായി കാണും. ശിബിയുടെ കഥയൊക്കെ അല്ലേ, ഒരു വയസ്സിൽ ദാനം ചെയ്ത് മറ്റേ കണ്ട് കരഞ്ഞെന്നും, എന്താ ദുഃഖം കൊണ്ടാണോ കരയല്ല, എനിക്ക് ഇതുകൂടി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കരച്ചിലാണ്. അപ്പോൾ തരുന്ന ഭിന്നമല്ല, ആ ഒരു ഭാവത്തിലേക്കാണ് ഉണരുന്നത്.